ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. എന്ത് രസമല്ലേ, മഞ്ഞൊക്കെ ഇങ്ങനെ വീണിട്ട് നമ്മുടെ ഇലയുടെ മുകളിലൊക്കെ വീണ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ വീട് കണ്ടോ, നമ്മൾ ഇന്നലെ താമസിച്ച വീട് ഇതാണ് കേട്ടോ. നല്ല രസമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ എപ്പോഴും വന്ന് നിൽക്കാറുണ്ട് കേട്ടോ. ഇവിടെ വയനാട്ടിൽ വന്നാൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും നിൽക്കാറുള്ളത്. പിന്നെ മഞ്ഞൊക്കെ കൊണ്ടിട്ട് വോയിസ് ഭയങ്കരമായിട്ട് അടഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല നേരം പുറന്നിട്ടൊന്നുമില്ല, സൂര്യനിങ്ങനെ ഉദിച്ച് വരികയാണ് കേട്ടോ. അപ്പോൾ ഏട്ടനിങ്ങനെ വിളിച്ചിട്ട് ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഏട്ടൻ ഇത് കാണിച്ചു തന്നത്, ഇങ്ങനെ മഞ്ഞാണിത് എന്ന് പറഞ്ഞിട്ട്. ഞാനൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ, നല്ല തണുപ്പാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ടോ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോൾ വേറെ കണ്ടൊരു കാഴ്ചയിൽ അമ്മമ്മ നമ്മുടെ പശുവിനെ കറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വല്ലപ്പോഴും കാണാറുള്ളൂ, അതായത് ചിലപ്പോൾ ഒരു 6 മാസം മുമ്പായിരിക്കും കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ പശുവൊക്കെ ഉണ്ടോ? ഞങ്ങളുടെ വീട്ടിലില്ല, പണ്ടുണ്ടായിരുന്നു കേട്ടോ തറവാട്ടിൽ. അപ്പോൾ നമുക്ക് ആകെ 2 പശുക്കളാണ് ഉള്ളത്. ഇത് പശുക്കുട്ടിയാണ് കേട്ടോ. അങ്ങനെ അച്ഛമ്മ രാവിലെ എഴുന്നേറ്റ് പശുവിനെയൊക്കെ കറന്ന് എടുക്കുകയാണ്. ഞങ്ങളിപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആരും കണ്ണു വെക്കരുത്, നമ്മളിത് എത്രയും പാല് കറന്നെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ കാറ് അവിടെ അങ്ങ് ദൂരെ നിൽപ്പുണ്ട്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അടുത്തേക്ക് ചെന്ന് മഞ്ഞ് വീണിട്ട് നിറച്ചിങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ കണ്ടെന്നൊക്കെ എഴുതി. അല്ലെങ്കിലും പ്രകൃതി നല്ല ഭംഗിയുള്ളതാണ്, നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുരുമുളകുണ്ട്, ഏലമുണ്ട്, അതേപോലെ തന്നെ കാപ്പിയുണ്ട്. കാപ്പിയൊക്കെ നല്ല പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അടയ്ക്കയുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയാൻ പറ്റും എന്തൊക്കെയുണ്ട് എന്നുള്ളത്. അപ്പോൾ കാപ്പി നല്ല രസമുണ്ടല്ലേ, മുത്ത് പോലെ ഇങ്ങനെ നല്ല രസമാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഇത് കഴിച്ച് തിന്നാനൊക്കെ തോന്നും കേട്ടോ, പക്ഷെ തിന്നാനൊന്നും പറ്റുന്നില്ല, ഇത് കാപ്പിക്കുരുവാണ്. നല്ല രസമാണ്, മാലമുത്ത് പോലെ കോർത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ഈ കാട്ടിലുള്ള ഏതൊക്കെയോ ചെടികളാണ് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, ഇങ്ങനെ കൊല നിൽക്കണ കണ്ടിട്ട്. ഞങ്ങൾ നടന്ന് ഏതൊക്കെയോ വീടിൻ്റെ വാതിക്കലെത്തിയിട്ടോ. ഞങ്ങൾ ചുമ്മാ വെറുതെ നടക്കുകയായിരുന്നു. പണ്ടിതേ ഈ പൂവുണ്ടല്ലോ, ഈ പൂ വെച്ചിട്ട് നമ്മൾ മൂക്കുത്തി അയച്ച് കളിക്കുമായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടോ അങ്ങനത്തെ ഇത് പനിയൊക്കെ? പിന്നെ നമ്മൾ തിരിച്ച് വന്നു. നമ്മുടെ വീടിൻ്റെ ഫുള്ളും കാപ്പി, അടക്കയും കുരുമുളകൊക്കെ തന്നെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കാപ്പീൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കാനേ തോന്നണില്ലായിരുന്നു, കാരണം എനിക്കതെന്തോ കണ്ടിട്ട് എന്തോ ഭയങ്കര ഇഷ്ടം തോന്നാം. അതൊക്കെ കഴിഞ്ഞു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ വന്നവരൊക്കെ നല്ല ഉറക്കമാണ്, മൂടി പുതച്ച് ഉറങ്ങുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ വയ്യാഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് വന്ന് എന്താ ഇവിടെ നടക്കണേന്ന് അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതാ കാണുന്ന മൊത്തം ഇഞ്ചിയാണ് കേട്ടോ, ഇത് ഫുള്ള് ഇഞ്ചിയാണ്. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ പാളയിൽ ഇങ്ങനെ കൊണ്ടുപോകണം ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടു കേട്ടോ. അപ്പം ഞാൻ അവിടെ പറഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമോ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ്. അങ്ങനെ വാവനെ ഇരുത്തിയിട്ടാണ്, അങ്ങനെ വാവനെ ഇരുത്തിയിട്ട് കണ്ണപ്പനെ ഇങ്ങനെ ഇരുന്നു. ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്ട് കേട്ടോ. അപ്പോഴേക്കും അവരൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് വലിക്കണത്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ കയറിപ്പോയി, കാരണം തണുപ്പ് സഹിക്കണേ ഇല്ലായിരുന്നു. പിന്നെ തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ആ തേങ്ങാവെള്ളമാണ് രാവിലത്തെ ആയിട്ട് കഴിക്കണത്. തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അത് മഞ്ഞ് കൊള്ളാതിരിക്കാനാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ പൂച്ചയാണിത്. പൂച്ചക്കുട്ടി ആവി കൊള്ളാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ മുട്ട നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനുള്ള മുട്ടയൊക്കെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മുട്ട പുഴുങ്ങിക്കൊണ്ടിരുന്നു. മുട്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആൾ അമ്മൂസ് കിടക്കണതിൻ്റെ ഇടയിൽ വന്നിട്ട് പൂച്ചക്കുട്ടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആൾക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ പൂച്ചക്കുട്ടീനെ ഇങ്ങനെ ആക്കാൻ. എന്നിട്ട് ഞാനതിനെടുത്ത് അത് ഫുള്ളും അഴുക്കിൽ നടക്കണല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നേരെ പോയി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു.
പിന്നെ നമുക്കിത് കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി മുട്ടക്കറിയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് ഞാൻ രാവിലെ തന്നെ കുളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. കുളിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സാധനം പപ്പായയാണ് കേട്ടോ. അങ്ങനെ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടുണ്ടായിരുന്നു, പുറത്ത് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. കണ്ണപ്പനാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണുണ്ടായിരുന്നു. നല്ല പഴുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നൊരു ഭാഗം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുങ്ങിയിട്ടൊന്നുമില്ല, ഇനി ഒരുങ്ങണം. പിന്നെ ഞങ്ങൾ തലേദിവസം രാത്രിയിൽ ഇരുന്നിട്ട് കുറച്ച് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റീൽസൊക്കെ ചെയ്യാമെന്നൊരു ഐഡിയയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇതൊക്കെ കഴിച്ചു. എനിക്കാണെങ്കിൽ തണുപ്പ് സഹിക്കണില്ലായിരുന്നു. മുടിയൊക്കെ പൂതിയിട്ട് നേരെ കുറച്ച് ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് പോയി നിൽക്കുകയാണ് കേട്ടോ. പറയും പോലെയല്ല, നല്ല തണുപ്പാണ്, എനിക്ക് സഹിക്കാനേ പറ്റണില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ടൊരു പനിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് അടിക്കണ പോലെ, അങ്ങനെ പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാനിങ്ങനെ നമ്മുടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ 9 മണിയൊക്കെ ആകുമ്പോൾ പുറത്ത് പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷെ ഒരുപാട് ലേറ്റ് ആയിട്ടോ. അങ്ങനെ അമ്മൂസ് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരുങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷായി നമ്മൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾ തലേദിവസം രാത്രി ഇരുന്ന് പഠിച്ചതാണ്. ചെറിയ ചെറിയ സ്റ്റെപ്പുള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് വീഡിയോസൊക്കെ എടുത്തു. അജിത്താട്ടനാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്തിരുന്നത്. അങ്ങനെ റീൽസൊക്കെ എടുത്തു കഴിഞ്ഞു. നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഓറഞ്ചൊക്കെ ഉണ്ടായിരുന്നു, ഓറഞ്ചൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ ഓരോന്നും പൊളിച്ചിങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കണ്ടായിരുന്നു. ഞാൻ ഈ വ്ളോഗ് എടുക്കുന്ന കാരണം എനിക്ക് കയ്യിൽ കിട്ടിയില്ല കേട്ടോ. അത് നമ്മുടെ ചെങ്ങായി എടുത്തോണ്ട് പോയത്. അപ്പോൾ രണ്ടാമത് ആൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കുമോ ചോദിച്ചപ്പോൾ അതങ്ങനെ നമ്മൾ കാണിച്ചു തരാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് തന്ന്. അപ്പോൾ ഞാൻ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, ഏട്ടനുണ്ട്, കിങ്ങിനുണ്ട്, വാവയുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ റീൽസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ആ തേയിലത്തോട്ടത്തിൽ കിടന്നിട്ട് അപ്പോൾ ശരീരമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തടിക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ വയറുവേദന ഉണ്ടായിരുന്നു. രണ്ടും കൂടി എല്ലാം കൂടി ആയപ്പോൾ ഇങ്ങനെ ചൊറി വന്ന് നടക്കുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ്വദിക്കാനുള്ള മൂഡ് പോലും ഇല്ലായിരുന്നു. അപ്പോൾ വല്യമ്മ നമുക്ക് മരുന്നൊക്കെ തന്നതൊക്കെ കുഴിച്ച് വീട്ടിൽ വന്ന് നാടൻ പന്നി വരട്ടിയതും പിന്നെ ചൂട് ചോറുമായിരുന്നു കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന അരിയല്ല കേട്ടോ ഇത്. നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള നെല്ല് കുത്തി അരിയാക്കിയതാണ്. അപ്പോൾ ഫുള്ള് നാച്ചുറലാണ് കേട്ടോ. വെളിച്ചെണ്ണ മാത്രം അവിടെ നിന്ന് പുറത്ത് മേടിച്ചിട്ടുള്ളൂ. പന്നി പിന്നെ അതേപോലെ തന്നെ അതിനകത്ത് കൂട്ടുള്ളതൊക്കെ നല്ല നാടൻ തനിമയോടുകൂടി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെ ഉണ്ണിക്കുട്ടൻ മറ്റേ ഒരു സാധനം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് കാണുകയാണെങ്കിൽ എനിക്ക് കാണിച്ചു വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞ് ഏൽപ്പിച്ച സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഉണ്ണിക്കുട്ടനെ കൊണ്ട് പറപ്പിക്കുകയാണ്. കിങ്ങിണിയുടെ കയ്യിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അതിൻ്റെ പേര് എനിക്കറിയില്ല. അത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു പയർ വർഗ്ഗമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിത്തായിരുന്നു. ഓനെ ആ കുഞ്ഞു മരത്തിൽ ഫുള്ള് കയറി അതാക്കി ഞങ്ങളവിടെ കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതൊക്കെ മേടിച്ചു. ഇനിയിപ്പോൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ റീൽസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 5 വീഡിയോസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കളിക്കണം എന്നാണ് പ്ലാന്. പിന്നെ ഉണ്ണിക്കുട്ടൻ ഇഴയാണ് കേട്ടോ. കഴിഞ്ഞ് താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ വീഡിയോ പിടിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ. ചതുരപ്പയറിന്റെ വിത്താണിത്, വിത്ത്. ഇത് ഞങ്ങൾ അടുത്ത വർഷമാണെങ്കിൽ ഞങ്ങൾ മുളപ്പിച്ച് നിറച്ച് കായാക്കി ഞങ്ങൾ ഉപ്പിരിച്ച് തിന്നും. ഇത് ഞാൻ ആദ്യമായിട്ട് അത് കാണുന്നത് തന്നെ. അങ്ങനെ ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്ളോഗ് എടുക്കാനുള്ള ലൊക്കേഷൻ നോക്കിയായിരുന്നു. ഏട്ടനോടൊന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആൾ ഫുള്ള് കോമഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമത്തെ ഡാൻസ് കളിച്ചു. അതിൻ്റെ റീലൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിങ്ങിണീൻ്റെ കൂടെ പഠിച്ച പണ്ടത്തെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇറങ്ങാൻ വയ്യ, സുഖല്ലേ? പോട്ടെ.
എടാ HAAN ഹാൻ 3 ഡബിൾ ഇട്ട് അടിച്ചു കൊടുത്താൽ മതി. HAAN ഹാൻ. പിന്നെ വേറെ 2-3 വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഇവരുടെ വീട്ടിൽ പോണത്. അപ്പോൾ ഞാൻ വ്ളോഗൊക്കെ ചെയ്യണ കണ്ടപ്പോൾ ആളിനോട് ചോദിച്ചിട്ടാ വ്ളോഗൊക്കെ ചെയ്യോ, അക്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അയിത്താടം കുറച്ച് ഇമോഷണലായിട്ടാണ്. അത്രയും ഉണ്ടായിരുന്നുള്ള വീഡിയോ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാണ്. അപ്പോൾ ആൾ ഇമോഷണൽ ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമ്മേൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ചപ്പോൾ അങ്ങനെ ഇമോഷണൽ ആയതാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളാണ് കേട്ടോ അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം 2025 ആ ഒരു പ്ലേ ബട്ടണെങ്കിലും കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് കേട്ടോ. വലിയൊരു അത്യാഗ്രഹമല്ല, എന്നാലും ഒരു ആഗ്രഹം പറയാലോ. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നമ്മൾ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് അത് അണേബിൾ ചെയ്തിട്ടേക്ക്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ചെയ്തേക്ക് കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു, ലവ് യു, ടേക്ക് കെയർ.